ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ ഫുൾ കുടുംബാംഗങ്ങളെ, ഹാഫ് കുടുംബാംഗങ്ങളെ, ഹാഫ് കുടുംബം എന്ന് പറഞ്ഞാൽ ഈ ടോക്ക് മാത്രം കൂടുന്നവർ കേട്ടോ. ഫുൾ കുടുംബം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച അകത്ത് 8 മണിക്ക് ശാലോം ടി.വിയിൽ അഭിഷേകാന്തി ശുശ്രൂഷ സംബന്ധിക്കുന്നവരും. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും. സുഖമാണല്ലോ അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒന്ന് യാത്ര പല കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നല്ലോ, യാത്രകൾ, മിഷൻ യാത്രകൾ. പിന്നെ നമ്മളെ സഹോദരങ്ങൾ ഞാൻ രണ്ട് കാര്യം അറിയിക്കാനുണ്ട്. ഒന്ന്, നമുക്ക് ഈ വെള്ളിയാഴ്ച സെക്കൻഡ് ഫ്രൈഡേ 2ാം വെള്ളിയാഴ്ച കൺവെൻഷൻ കുറവിലങ്ങാട് സായാഹ്ന കൺവെൻഷൻ 4 വിശുദ്ധ കുർബാന, 6 മണിക്ക് ശുശ്രൂഷ, 8 അവസാനിപ്പിക്കും. ഞാൻ നിങ്ങളറിയാവുന്ന പോലെ ഞാൻ ഈ ആഴ്ച കൂനമാവ് കൺവെൻഷനിലായിരിക്കും. പക്ഷേ സെക്കൻഡ് ഫ്രൈഡേ കൺവെൻഷന് വരുന്നവർ മുടങ്ങാതെ അതൊക്കെ സംബന്ധിക്കുന്നത് അവിടെ തന്നെ ചെല്ലണം കേട്ടോ. ബഹുമാനപ്പെട്ട നോബിളച്ചനും ശുശ്രൂഷകൾ നേതൃത്വം കൊടുക്കും. അതിനുശേഷം പിറ്റേ ദിവസം ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ അത് നമ്മുടെ കുറവിലങ്ങാട് PDM സെന്ററിൽ വെച്ച് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയാണ്. അതും ഈ ആഴ്ച ഞാൻ കാണുകയല്ല, പക്ഷേ അവിടെ ശുശ്രൂഷയുണ്ട് കേട്ടോ. അവിടെ വൈദികരുണ്ട്, ബ്രദർമാരുണ്ട്, സ്പിരിച്വൽ ഷെയറിങ്ങിന്, കുമ്പസാരത്തിന്, ഡെലിവറൻസ് പ്രാർത്ഥനകൾക്ക്, വിശുദ്ധ കുർബാന, ക്ലാസ്, ടോക്ക് എല്ലാം ഉണ്ട്. രാവിലെ ഒരു 10 മണിക്ക് 9:30 മണിയോടെ ആരംഭിച്ച് ഉച്ചയ്ക്ക് ചെറിയ എന്തെങ്കിലും കഞ്ഞി എന്തെങ്കിലും ക്രമീകരിക്കാം. പിന്നെ നമുക്ക് ഒരു 3 മണിയോടുകൂടി ശുശ്രൂഷ സമാപിക്കും. അപ്പോൾ യുവജനങ്ങളെ പ്രത്യേകം ക്ഷണിക്കുന്നു. കാർഡ് ഇട്ടേക്കാം, നിങ്ങൾ തന്നെ ഫോണിൽ ബുക്ക് ചെയ്യണം. 100 പേർക്ക് അവസരമുള്ളൂ. പ്രൈസ് ദ ലോർഡ്. പിന്നെ നമുക്ക് കൂനമാവ് കൺവെൻഷൻ വേണ്ടി കൂടെ പ്രാർത്ഥിച്ചാലോ? ഇതെല്ലാം പ്രാർത്ഥിക്കാം. കൂനമാവ് കൺവെൻഷൻ വേണ്ടി നന്മ അറിഞ്ഞു പറയുമ്പോൾ ചെല്ലാം. നാനാജാതി മനസ്സരവർ ഒരുമിച്ച് കൂടട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, നിങ്ങളെ വിളിക്കുന്ന കാര്യം മറന്നു, സോറി. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളിപ്പോൾ വിളിക്കാത്ത കാരണം വിട്ടുപോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ടാവും അല്ലേ? ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ട് നിയമാവർത്തനം 5:29, ഡ്യൂട്രോണമി ചാപ്റ്റർ 5:29 എന്നെ ബേസ് ചെയ്തിട്ടാണ്. മക്കൾക്ക് നന്മയുണ്ടാകാൻ. ഒരു പക്ഷേ തലക്കെട്ടുകൾ വേറെ വചനത്തിന് വന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. വചനം വെളിപ്പെടുത്തുകയാണ്, എന്നും എന്നെ ഭയപ്പെടാനും എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നത് വഴി അവർക്കും അവരുടെ സന്തതികൾക്ക് എന്നേക്കും നന്മയുണ്ടാകാനും വേണ്ടി ഇതുപോലെ സന്നദ്ധതയുള്ളൊരു മനസ്സ് അവർക്ക് എന്നും ഉണ്ടായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ആത്മകഥമാണ്. അതായത് മോശ വന്നിട്ട് ചില കാര്യങ്ങൾ ദൈവം മരമുകളിൽ ചരട് ചെയ്ത കാര്യങ്ങളൊക്കെ ജനത്തോട് പറയുക. അത് കേട്ട് പറഞ്ഞു, ദൈവം എന്തോ പറഞ്ഞോ ഞങ്ങളോട് പറഞ്ഞോ, ഞങ്ങൾ എൻ്റെ ഇടം വലം വ്യതിചലിക്കുകയാണ്, ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും. മോശയുടെ മുമ്പിൽ അവർക്ക് പ്രഖ്യാപിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുക, നിങ്ങളുടെ സന്ധ്യ അനുഗ്രഹം പ്രാപിക്കുക. രണ്ട് കാര്യങ്ങൾ വേണം. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയപ്പെടണം. ദൈവഭയം എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, ഒരു റെവറൻഷ്യൽ ഫിയർ അല്ലേ? എന്ന് മാത്രമല്ല, പിന്നെ പറയാണ് എൻ്റെ കൽപ്പനകൾ ഓരോന്നും പാലിക്കണം, വചനങ്ങൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരും അവരുടെ സന്തതികളും അനുഗ്രഹം പ്രാപിക്കും. കണ്ടോ? അപ്പോൾ സന്തതികൾ, മക്കൾ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ അവർക്ക് ദൈവഭയം വേണം. അതേപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യണം? വചനവും കൽപ്പനകളും സ്ഥിരസഭയുടെ കൽപ്പനകളും പാലിക്കാൻ സാധിക്കും. അതാണ് മക്കൾ കൊടുക്കണം. എന്നിട്ട് പറയുകയാണ് അങ്ങനെ. അപ്പോൾ എന്ത് പറയുക, ഇതുപോലെ എന്നേക്കും അങ്ങനെ അനുഗ്രഹം പ്രാപിക്കാൻ തക്കവിധം എന്നേക്കും ഇതേപോലെ സന്നദ്ധതയുള്ള ഒരു മനസ്സ് ഇപ്പോൾ ഇവർ പറഞ്ഞു കേട്ട് ദൈവത്തിന് ഭയങ്കര സന്തോഷമാണ്. ഇവർക്ക് എന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുകയാണ് അല്ലേ? ഇതുപോലെ നല്ലൊരു മനസ്സുള്ള ഒരാൾ ഇതെന്നും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വല്ലപ്പോഴും ചിന്തിച്ചു പോകും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുഗ്രഹം പ്രാപിച്ചു. ഒന്നാമത്തേത് ദൈവത്തെ ഭയപ്പെടാനും ദൈവസന്നിധിയിൽ പോകാനും ദൈവവചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ഉള്ളൊരു മനസ്സാദ്യം ഉണ്ടാകും. ഒരു മനസ്സുണ്ടായാൽ മതി, ബാക്കി ദൈവം ചെയ്തോളും. നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ ബാക്കി ദൈവം ചെയ്യും. ദൈവം തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രവർത്തികൾ യഥാർത്ഥത്തിൽ അങ്ങാണല്ലോ ചെയ്യുന്നതെന്നുള്ള വചനം കിടക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് തലമുറകൾ അനുഗ്രഹം പ്രാപിക്കുന്നതല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ദൈവത്തിനത് കേട്ട് ഭയങ്കര സന്തോഷം. അപ്പോൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ അങ്ങ് എന്തോ പറഞ്ഞാലും ഞങ്ങൾ അനുസരിച്ചോളാം. ഞാൻ ഈ കഴിഞ്ഞ നാളുകൾ ബ്രദേഴ്സിനോട് ചില പ്രത്യേക ദൈവമേ അങ്ങ് എന്താണോ അത് ഞങ്ങൾ ചെയ്തോളാം കർത്താവ്. അവനങ്ങ് പറയണം, ദൈവത്തോട് പ്രഖ്യാപിക്കണം. പ്രൈസ് ദ ലോർഡ്. പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ഒരുമിച്ച് സ്തുതിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായ കൃപാവരങ്ങൾ ഈ ശുശ്രൂഷകൾ വഴി അവിടുന്ന് വർഷിക്കുന്നതിന് ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാ പൈശാചിക പീഡകളും അന്ധകാരശത്രു ഉപദ്രവങ്ങളും രോഗങ്ങളും എല്ലാ തടസ്സങ്ങളും കുടുംബത്തിൽ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഉള്ളിൽ ഞാട്ടിപ്പായിക്കുന്നു. ഓ കർത്താവേ, എൻ്റെ ദൈവമേ, കണ്ണുനീരോടെ ഈ പ്രാർത്ഥന സംബന്ധിക്കുന്നവര്, നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവര്, ഓരോരുത്തരുടെ ആവശ്യങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന എഴുതി സമർപ്പിച്ചിരിക്കുന്നവര് എല്ലാവരും അനുഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, മക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. കർത്താവ് ദൈവഭയം ഉണ്ടാകട്ടെ, ദൈവഭക്തി ഉണ്ടാകട്ടെ, ദൈവവചനം പാലിക്കാൻ ഉത്സാഹം നിറയട്ടെ, വചനം പാലിക്കാനുള്ള കൃപ നിറയട്ടെ. എപ്പോഴും ദേവാലയത്തിൽ പോകാനും പ്രാർത്ഥിക്കാൻ സന്നദ്ധയുള്ള മനസ്സുണ്ടാകട്ടെ. കർത്താവ് അതിനെ തടസ്സപ്പെടുന്ന ദുഷ്ടാരികളെ ബന്ധിക്കുന്നു.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.